കാര്യങ്ങൾ മാത്രം പറയുന്നു. ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ ജനങ്ങൾ മറക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ പാതയെടുത്ത് കുഴികളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയോ അതിനെ കുറിച്ചൊന്നും അല്ല ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തിന്റെ ഭരണം മാറ്റാനാണ്. അത് സ്പഷ്ടമായി പറയട്ടെ. ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ്. ഭാരതത്തിന്റെ ബഹുസ്വരത സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഭാരതത്തിന്റെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഈ സർക്കാരിനെ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കാൻ മൂന്നാം തവണ അവർ തിരിച്ചു വന്നാൽ അവരുടെ ഉദ്ദേശം നമ്മൾ എല്ലാവർക്കും കാണിച്ചു കഴിഞ്ഞു. അവർക്ക് ഹിന്ദി, ഹിന്ദുത്വ, ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തോടെ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ, അതിനൊപ്പം ഈ രാജ്യത്തിന്റെ മുഖചരിത്രം മാറ്റി നമ്മുടെ പണ്ടുകാലത്തെ സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ ഇന്ന് പുതിയ അന്യായങ്ങൾ നമ്മുടെ നിരപക്ഷികളെ എതിർക്കൊണ്ടുവന്നിട്ട് അവര് നമ്മുടെ രാജ്യത്തിനെ അകത്തും വെളിയിലും നശിപ്പിക്കാനാണ് കാരണം. 2-3 സ്ഥാനാർത്ഥികൾ തുറന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് ഭരണത്തെ മാറ്റാൻ വേണ്ടിയുള്ള ഭൂരിപക്ഷമാണ് ഞാൻ കാണിച്ചത്. അവർക്ക് കിട്ടാൻ പോകുന്നില്ല, അത് വേറെ കഥയാണ്. കാരണം 2019 കിട്ടിയ സീറ്റുകൾ ഒരിക്കലും വീണ്ടും കിട്ടാൻ പോകുന്നില്ലാണ്. അത് നിങ്ങൾ എല്ലാ പോളും നോക്കിക്കോളും. ഇപ്പൊ ചില പോളുകൾ ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണ BJP പല സംസ്ഥാനങ്ങളിലും എല്ലാ സീറ്റും ജയിച്ചു. 6 എണ്ണത്തിൽ 3 സംസ്ഥാനത്ത് 1 സീറ്റ് മാത്രമേ വിട്ടുപോയുള്ളൂ. പിന്നീട് സംസ്ഥാനത്ത് 2 സീറ്റ് വിട്ടുപോയുള്ളൂ. അതെല്ലാം ചരിത്രമായി മാറി. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവരെല്ലാം ഈ 9, 10, 15 സംസ്ഥാനത്തിൽ ഒരൊറ്റ മാർഗം ഇവരുടെ താഴെയാണ്. അതിൻ്റെ ഒപ്പം കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തവണ അനുഭവിച്ച ബുദ്ധിമുട്ടുകളല്ല ഈ തവണ കാണുന്നത്. പ്രത്യേകിച്ച് ഓരോരോ സംസ്ഥാനങ്ങളുടെ പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 2019 കർണാടകയിൽ നമുക്ക് ഒരൊറ്റ സീറ്റ് കിട്ടിയില്ല. മിനിയാൻ ഇറങ്ങിയ പോളിൽ കർണാടകയിലെ 17 സീറ്റ് കോൺഗ്രസ് കാണുന്നു. ഇന്നലെ ഇറങ്ങിയ പോളിൽ ഒരു പോള് 20 സീറ്റ് പറഞ്ഞു. ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് നമ്മൾ കാണുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ 2 സീറ്റായിരുന്നു. ഈ തവണ ഒരു പോൾ പറയുന്നത് 10 സീറ്റ്, വേറെ പോൾ പറയുന്നത് 12 സീറ്റ്. ഹരിയാനയിൽ കഴിഞ്ഞ തവണ 0 ഇപ്പോ ഒരു പോൾ പറയുന്നത് 5 സീറ്റ്, ഒരു പോൾ പറയുന്നത് 7 സീറ്റ്. എന്താ നമുക്ക് പറയാനുള്ളത്? കഥ മാറുന്നുണ്ട് ഭാരതം മുഴുവൻ. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. 10 വർഷം ഒരു സർക്കാർ ഭരിച്ച ശേഷം 2 കോടി തൊഴിൽ എല്ലാ വർഷവും ഉണ്ടാക്കാതെ പറഞ്ഞവരെ ഒറ്റ തൊഴിൽ ഉണ്ടാക്കിയിട്ട് തൊഴിൽ നഷ്ടമാക്കുകയെ പറ്റിയിട്ടുള്ള പറയുമ്പോൾ എന്തുകൊണ്ടാണ് തൊഴിലില്ലാത്തൊരു വ്യക്തിയെ വീണ്ടും വോട്ട് കൊടുക്കേണ്ടത്? വിലക്കയറ്റം കൂടിക്കൂടി വന്നിട്ട് അവര് ചെറിയൊരു തന്ത്രമാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം മുമ്പ് പെട്രോളിന് വില 2 രൂപ താത്തി. എല്ലാവർക്കും വരെ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് വീണ്ടും അതിന് വില കയറ്റി. കാരണം അവർക്ക് ഡീസലിന്റെയും പെട്രോളിന്റെയും ടാക്സിലാണ് നല്ലോണം അവര് ഒരു തുക ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം ഭാരതീയർ ഇതെല്ലാം കണ്ട് മതിയായി. അവരുടെ സ്വയം താല്പര്യത്തിൽ, സെൽഫ് ഇൻട്രസ്റ്റിൽ ഈ സർക്കാരിനെ എതിർനോക്കി. ഈ കണക്ക് BJPക്ക് ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണ് ഈ ഭയത്തിൽ അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. പണ്ട് ഉപേക്ഷിച്ച ഘടകകക്ഷിന്റെ പുറകെ ഓടുന്നു. അവര് നോ കോൺഫിഡൻസ് മോഷൻ ഇറക്കിയ തെലുങ്കുദേശം പാർട്ടി അദ്ദേഹം നരേന്ദ്രമോദി ചീത്തവാക്ക് വിളിച്ച ശ്രീ ചന്ദ്രബാബു നായിഡുവിനെയും പുറകെ ഓടി കെഞ്ചിട്ട് അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഘടകകക്ഷിയാണ്. അക്കാലികൾ അവര് കർഷക സമയത്ത് അവർ വിട്ടുപോയ അക്കാലിദളത്തിന്റെ പുറകെ 10 ദിവസം ഓടിയ ശേഷം 2 ആഴ്ച ഓടിയ ശേഷം അക്കാലിദളം പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് മനസ്സിലാക്കി. 2009 അവർ ഉപേക്ഷിച്ചു പോയ ഒഡീഷയിലത്തെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും ബിജു ജനതാദൾ എല്ലാ ദിവസവും പത്രത്തിൽ വരുന്ന നാണക്കേട് BJP ഇത് ഓഫർ ചെയ്യും അത് ഓഫർ ചെയ്യുന്നു ഞങ്ങൾക്ക് വരുന്നതാക്കി ആഗ്രഹിച്ചിട്ട് അവസാനത്തിൽ നവീൻ പട്നായിക്കാണ് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് അനുസരിച്ചു. ഇതൊരു വലിയ ഒരു തെളിവാണ് BJPക്ക് മനസ്സിലായി ഭൂരിപക്ഷം ഇല്ല. അതിനൊപ്പം കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് നിരോധിക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷൻ, പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷനും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായ കേജ്രിവാളിനെ അർദ്ധരാത്രി വന്നിട്ട് അറസ്റ്റ് ജയിലിലിടുന്നു. ഇതെല്ലാം ഭയത്തിന്റെ അടയാളമാണ്. സുഹൃത്തുക്കളെ, ഒരു സംശയവും വേണ്ട, ഈ BJP സർക്കാർ തിരിച്ചു വരാൻ പോകുന്നില്ല. അതിനാണ് ഞാൻ എല്ലാവരും ബാധിക്കുന്നത്. അതിനാണ് ഞാൻ മുന്നിൽ നിൽക്കുന്നത്.